നോക്കുക എന്താണ് പറഞ്ഞത് ആദ്യം പറയാം. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ് ഓഫ് എ കനാൽ sees the top of a tree at an elevation of 70 degree. ഒരു മരത്തിന്റെ മുകൾ ഭാഗം അവൻ 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടു. സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്, 10 മീറ്റർ പിന്നാക്കം വെച്ചു. He sees it at an elevation of 25 degree. അവൻ അത് 25 ഡിഗ്രിയിലാണ് ഇപ്പോൾ കാണുന്നത്. The boy is 1.5 meters tall. ഈ കുട്ടി എത്ര മീറ്റർ ഉയരം? 1.5 മീറ്റർ. How wide is the canal and how tall is the tree? ഈ കനാല് എത്ര വീതിയുള്ളതാണ്, അതേ കൂടാതെ ഈ മരം എത്ര ഉയരമുള്ളത്? രണ്ട് ചോദ്യമാണ്. ഒന്ന് കനാലിന്റെ വീതി അറിയണം, മറ്റൊന്ന് എന്താ മരത്തിന്റെ ഉയരം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിക്ചറൈസ് ചെയ്യണം. പിക്ചറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അതിൽ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് നിർത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? മാഷത ചോദ്യം നമ്മൾ മാറ്റിയിട്ട് ബോർഡ് മുന്നിലേക്ക് വരികയാണ് കേട്ടാ. നോക്കൂ, ആദ്യം നമ്മള് മരം വരയ്ക്കണം. മരം വരയ്ക്കുമ്പോൾ ഭൂമി വരച്ചു. അപ്പൊ ഭൂമി വരയ്ക്കുമ്പോ ശ്രദ്ധിക്കുക, ഭൂമിയിൽ കനാലൊക്കെ പെടും കേട്ടാ. എന്നിട്ട് ഇതാ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ളതാണ് കനാൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കനാലിന്റെ ഈ കരയിലാണ് മരം നിൽക്കുന്നത്. അപ്പൊ മരം നമ്മൾ വരച്ചു. മരം. ഇനി ഈ കനാലിന്റെ ഈ എഡ്ജിൽ ആദ്യം വന്നിട്ട് കുട്ടി നിൽക്കുകയാണ്. അപ്പൊ എഡ്ജിൽ കുട്ടി നിൽക്കുമ്പോൾ കുട്ടീനെ നമ്മൾ വരച്ചു. കാരണം കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്. ഉയരം തന്നിട്ടുള്ളത് കൊണ്ട് നിർബന്ധമായിട്ട് കുട്ടീനെ നമ്മൾ വരയ്ക്കണം. എത്ര മീറ്റർ ഉയരം? 1.5 മീറ്റർ. അപ്പൊ ഭൂമി വരച്ചു, മരം വരച്ചു, കുട്ടിയെ വരച്ചു. ഇനി എന്ത് ചെയ്യണം? കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഉയരത്തുമെന്ന് കുട്ടിയുടെ ഈ തലയിൽ നിന്ന് നമ്മളൊരു വര ഭൂമിക്ക് സമാന്തരമായിട്ട്. അപ്പൊ ഇത് 1.5 മീറ്റർ ആണെങ്കിൽ ഇതും 1.5 മീറ്റർ. അതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാട്ടാ. കിട്ടണത് അപ്പോഴേ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാതെ കണക്ക് ചെയ്യരുത്. ഈ വരയ്ക്കണേന് ചിത്രത്തിന് മാർക്ക് ഉണ്ട് കേട്ടാ. ശ്രദ്ധിക്കൂ, ഈ ചിത്രത്തിന് മാർക്ക് ഉണ്ട് പരീക്ഷയ്ക്ക്. ഇനി പറയുന്നത്, ഈ കുട്ടി മരത്തിന്റെ മുകളിലേക്ക് നോക്കി. മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 70 ഡിഗ്രി. മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നത് 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതാ കണ്ട, 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ എഴുതി 70 ഡിഗ്രി. ഇനി എന്താ പറഞ്ഞത്? ഇനി പറയണത് സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്. ഇവൻ വേറെ ഇവിടെ നമുക്ക് അളവൊന്നും തന്നിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞത്, ഇവൻ 10 മീറ്റർ ബാക്കിലേക്ക് വന്നു. അതായത് ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് ബാക്കിലേക്ക്. ഇവിടുന്ന് ബാക്കിലേക്ക് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ബാക്കിലേക്ക് എന്ന് പറയുമ്പോ ഇവിടുന്ന് ഇവിടേക്ക് കണ്ട, ഇവിടേക്ക് നീങ്ങി. ഇതേ ഉയരം തന്നെ, കുട്ടിയുടെ ഉയരം തന്നെ. അപ്പൊ അവ അങ്ങോട്ട് നീങ്ങി. അപ്പൊ അതും നമ്മൾ ഇതിൽ തന്നെ വരച്ചു. അപ്പോ ഈ വരപ്പോ ഇങ്ങനെയായി. ഈ വര ഇങ്ങടായി. ഇതപ്പോ 10 മീറ്റർ ആണ് ഈ ബാക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് 10 മീറ്റർ. അപ്പൊ ഇതും എത്ര? 10 മീറ്റർ. 10 മീറ്റർ ഞാൻ കടത്തി വരച്ചത് കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരാണ് കേട്ടാ. അടിയിൽ വരയ്ക്കാതെ മുകളിലേക്ക് എഴുതിയത് അതുകൊണ്ടാണ്, അടിയിൽ എഴുതാതെ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്. He sees it at an elevation of 25 degree. വീണ്ടും അവൻ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര? 25 ഡിഗ്രിയിലാണ് കണ്ടത്. എന്ത് 25 ഡിഗ്രി കുറഞ്ഞു അല്ലെ? കാരണം ദൂരം കൂടുന്തോറും കഴുത്ത് അധികം തിരിക്കണ്ട. 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുകളിലുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴുത്ത് കുറച്ചിങ്ങനെ തിരിക്കണം. അപ്പൊ ഈ കഴുത്തിന് കണ്ട ഇവിടെ ഉണ്ടാവുന്ന ആംഗിളാണ് ഈ പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതധികം കഴുത്ത് തിരിക്കണ്ട. ദൂരെ കുറെ ദൂരത്തേക്ക് പോകുമ്പോൾ വല്ലാതെ കഴുത്ത് തിരിക്കണ്ട. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വല്ലാതെ കഴുത്ത് തിരിക്കണം. അപ്പൊ ഇത് 70 ഡിഗ്രിയും ഇത് എത്രയാ? എത്ര പറഞ്ഞു നമ്മള്? 25 ഡിഗ്രി. അപ്പൊ ഇത് 25 ഡിഗ്രി, ഇത് 25 ഡിഗ്രി. ഇതാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ഇവിടെ നേരത്തെ ചോദിച്ച പോലെ മരത്തിന്റെ ഉയരം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചുള്ളത്? കനാലിന്റെ വീതി ചോദിച്ചിട്ടുണ്ട്. കനാലിന്റെ വീതി എന്ന് പറയുമ്പോൾ ഇതാണ് കനാൽ. കനാല് നമ്മൾ എഴുതാം. ഇതാണ് കനാൽ. അപ്പൊ കനാലിന്റെ വീതി ചോദിച്ചിട്ടുണ്ട്.
ഇത് മരത്തിന്റെ ഉയരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് എന്താ സംഭവം, ഇവിടെ നോക്കൂ, രണ്ട് മട്ടത്രികോണങ്ങളുണ്ട്. ഒന്ന് 25 ഡിഗ്രി വെച്ചിട്ടുള്ള മട്ടത്രികോണം, മറ്റൊന്ന് 70 ഡിഗ്രി വെച്ചിട്ടുള്ള മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന് ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു. അതായത് ഇവിടെ ഞാൻ എ എന്നും ഇത് ഞാൻ ബി എന്നും ഇത് സി എന്നും കൊടുത്തു. ഇനി ഈ 70ന്റെ അവിടെ ഞാൻ പി എന്നും കൊടുത്തു. അപ്പൊ രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടി, ഒന്ന് എ ബി സിയും പിന്നെ ഒന്ന് പി ബി സിയും. ഓക്കെ, ഇനി മട്ടത്രികോണത്തിൽ നോക്കിയിട്ട് കോണിനെ കണ്ടിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റണം? അതിന്റെ എതിർവശവും സമീപവശവും ഒക്കെ പറയാൻ പറ്റണം. അത് പറയാൻ പറ്റൂല്ലോ അല്ലെ, അതിൽ സംശയമില്ലല്ലോ. നോക്കുക, അപ്പൊ ഇത് ഇവിടെ ചെയ്യാൻ പോവാണ് കേട്ടാ, ശ്രദ്ധിച്ചോളൂ. ഈ കണക്ക് നേരത്തെ കാട്ടിയപ്പോ ഒരു സ്റ്റെപ്പ് കൂടുതലായി. നോക്കൂ, 25 ഡിഗ്രി 70 ഡിഗ്രി ഇങ്ങനെ രണ്ട് കാര്യങ്ങള്, രണ്ട് മട്ടത്രികോണങ്ങൾ ഉണ്ട് ഇതില്. 25 ഡിഗ്രി കണ്ട വലിയ മട്ടത്രികോണം, 70 ഡിഗ്രി ഒരു കുഞ്ഞ മട്ടത്രികോണം. നമ്മളോട് ചോദിച്ചുള്ളത് മരത്തിന്റെ ഉയരവും കനാലും, തന്നിട്ടുള്ളത് ഈ 10 മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ കണക്ക് വരുമ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ മട്ടത്രികോണത്തിന്റെ സൈഡ് നമുക്ക് തന്നിട്ടില്ല. ഈ കണക്കിന്റെ പ്രശ്നം അതാണ്. മട്ടത്രികോണത്തിന്റെ സൈഡ് തന്നിട്ടില്ല, റൈറ്റ് ആംഗിളിന്റെ സൈഡ് നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുള്ളത് ഈ ഒരു കഷ്ണാണ്. ഈ 10 എന്ന് പറയുന്നത് ഇതാ ഇവിടെ നോട്ടിട്ട് ഇവിടം വരെയുള്ള നീളം, ഇവിടെ നോട്ട് ഇവിടം വരെയുള്ള നീളം എടുക്കുമ്പോൾ അത് ഇതാ ഈ ത്രികോണത്തിന്റെ ഭാഗമാണ്. ഇത് മട്ടത്രികോണമല്ല. നമുക്ക് ഈ ട്രിഗണോമെട്രി ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മട്ടത്രികോണത്തിന്റെ വശമാണ്. അപ്പൊ മട്ടത്രികോണത്തിന്റെ വശം ഇവിടെ തന്നിട്ടില്ല. തന്നിട്ടുള്ള 10 എന്ന് പറയുന്നത് ഒരു സാധാരണ മറ്റൊരു ത്രികോണത്തിന്റെ വശമാണ്. അപ്പൊ 10 മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ കണക്ക് എങ്ങനെ ചെയ്യും? ഈ കണക്ക് നമ്മൾ നോക്കുക, ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചാൽ, രണ്ട് മട്ടത്രികോണങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ, ഒന്ന് എ ബി സി മറ്റൊന്ന് പി ബി സി. ഈ രണ്ട് മട്ടത്രികോണങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ഏരിയയുടെ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചെയ്ത പോലെ രണ്ട് മട്ടത്രികോണങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകും. അതായത് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ബി സിയും ഒരുമിച്ച് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കൂ, ആദ്യം നമ്മൾ ട്രയാങ്കിൾ എ ബി സി, അതേപോലെ ട്രയാങ്കിൾ ഏതാ പി ബി സി, ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യാം. ട്രയാങ്കിൾ എ ബി സിയില് തന്നിരിക്കുന്ന കോൺ 25ആണ്. നമുക്ക് കാണേണ്ടത് മരം, അത് എതിർവശമാണ്. അളവ് തന്നിട്ടില്ല, പക്ഷെ ഇവിടുന്ന് ഇവിടം വരെ 10 തന്നിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടം വരെ നമുക്കറിയില്ല. അപ്പൊ അളവ് തന്നിട്ടുള്ളത് ഭാഗികമായിട്ടാണെങ്കിലും കേൾക്കണ്ട, ഭാഗികമായിട്ടാണെങ്കിലും അളവ് തന്നിട്ടുള്ളത് ഏതാ? ഈ വശമാണ് അല്ലെ, ശരിയല്ലേ? അപ്പൊ ഈ വശം ആയതുകൊണ്ട് നമ്മൾ ഇതും ഉൾപ്പെടുത്തിയിട്ട് ഇത് സമീപവശം, ഈ വശം നമ്മൾ എടുക്കും. കർണം എടുത്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഇവിടെ എന്തായാലും അളവ് തന്നിട്ടില്ല. അപ്പൊ സമീപവശമാണ് ഭാഗികമായിട്ടെങ്കിലും അളവ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മള് എതിർവശവും സമീപവശവും, അപ്പൊ ഏതാ വരിക? സൈൻ കോസ് ടാൻ. ഏതാ വരിക? ടാൻ. അപ്പൊ ഇതാ ടാൻ ഏതെടുക്കുന്നു? എ അല്ലെ, ടാൻ എ വേണ്ട, 25 എടുക്കുന്നു. എന്താ വരിക? ടാൻ 25 എന്ന് പറയുമ്പോ ബി സി ബൈ എ ബി. ശ്രദ്ധിക്കുക, ബി സി എന്ന് പറയുന്നത് കോമൺ ആണ്. ഇതാ ഇവിടെ കണ്ട, എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ടിട്ട് ഇവിടെ വരണം, അതെടുത്തു, കോമ. അപ്പുറത്ത് ട്രയാങ്കിൾ പി ബി സിയിൽ ഏതാ? ട്രയാങ്കിൾ പി ബി സിയിൽ ഇതേപോലെ തന്നെ ഏതാ? കാണേണ്ടത് ഒന്ന് മരം, മറ്റൊന്ന് കനാൽ. അപ്പൊ എതിർവശവും സമീപവശവും. അപ്പൊ എന്ത് വരും? 70ന്റെ ഏതെടുക്കണം? സൈൻ കോസ് ടാൻ. ഏതെടുക്കുക? ടാൻ. എന്താ സംശയം? അപ്പൊ ടാൻ 70 സമം ബി സി ബൈ പി ബി എടുക്കും. ബി സി ബൈ പി ബി എടുക്കും. ഇനി രണ്ടും ഒരുമിച്ച് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കൂ, ടാൻ 25ന്റെ അളവ് എന്ന് പറഞ്ഞ് ആരാ നോക്കണുണ്ട്? ആരെങ്കിലും? ഗോപികയെ എത്ര?
0.466 മതി. 466 മതി കേട്ടാ. 3 എണ്ണം എടുക്കണുള്ളൂ ഞാൻ. ബൈ 1 സമം ബി സി തന്നെ. എ ബി എന്ന് പറയുന്ന നോക്കിയേ, എ ബിക്ക് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ 10 ആണ്. ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയോ അത് നമുക്കറിയില്ല. പി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 10 പ്ലസ് പി ബി എന്ന് എഴുതിക്കൂടെ? ഇതിനെ എ ബിക്ക് പകരം 10 പ്ലസ് പി ബി. കുഴപ്പമുണ്ട? ഇതിപ്പോ ഇവിടുന്ന് പൊട്ടിമുളച്ചെന്ന് മനസ്സിലായ? 10 പ്ലസ് പി ബി എവിടുന്ന വന്നെന്ന് മനസ്സിലായ? 10 പ്ലസ് പി ബി. 10 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത് എ പി. കണ്ട, എ ബി മൊത്തം എഴുതുന്നതിന് പകരം അത് സംഖ്യ ഒരു കഷ്ണം തന്നിട്ടുണ്ട്. അപ്പൊ ആ സംഖ്യയും കൂടി ചേർത്ത് എഴുതുക. എ പി, അതായത് എ മുതൽ ഇവിടം വരെ 10 ആണ്. ആ 10ഉം പി ബിയും തമ്മിൽ കൂട്ടിയതാണ് എ ബി. അപ്പൊ ഞാൻ എ ബി എന്നുള്ളതിന് പകരം 10 പ്ലസ് പി ബി ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണക്ക്, അപ്പുറത്തെ കണക്ക്. രണ്ടും ഒരുമിച്ച് ചെയ്തു പോവാണ് കേട്ടോ ഞാൻ. കേൾക്കണ്ടല്ലോ? അത് കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ചെയ്യുമ്പോൾ ഇത് ആദ്യം ചെയ്തിട്ട് ഇത് പിന്നെ അത് ചെയ്തിട്ട് പിന്നെ രണ്ടും കൂടി ഒരുമിച്ചാക്കുകയാണ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് ചെയ്യാം, പെട്ടെന്ന് കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1070 ഇതേപോലെ. 1070 എത്ര എന്ന് പറഞ്ഞേ? 2.8. 2.8 7.5. അപ്പൊ 7.47 എടുത്തു. ബൈ 1 സമം ബി സി തന്നെ പി ബി. ഓക്കെ. ഇപ്പോ ഇവിടെയും ഇക്വേഷൻ വരുമ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടോടത്തിലും ബി സി എന്ന് പറയുന്ന ഒരു കോമൺ വരുന്നുണ്ട്, രണ്ടോടത്തിലും പി ബി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. കണ്ട, അങ്ങനെ നമുക്ക് ഒരേപോലത്തെ കിട്ടിയാൽ ഈ ഇക്വേഷന് നമുക്ക് ഒരു ഇക്വേഷനാക്കി മാറ്റാം. അപ്പോ ഒരു ഇക്വേഷനാക്കി മാറ്റാൻ പോകണം. അതിന്റെ മുൻപ് ഒരു 2-3 സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാക്കാം. എന്താ? ഇത് ക്രോസ് ചെയ്തു. ഇത് ക്രോസ് ചെയ്യുമ്പോൾ ബി സി ഇടത്തോട്ടേക്ക് എഴുതി. കണ്ട, രണ്ടിലും പൊതുവായിട്ട് കണ്ട ബി സി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബി സി പുറത്തേക്ക് എഴുതി. എന്തായാലും 1 ഇൻറ്റു ബി സി സമം 0.466 ഇൻറ്റു 10 പ്ലസ് പി ബി. കണ്ടാ, അതെഴുതി. ഇപ്പുറത്ത് ക്രോസ് ചെയ്യുമ്പോൾ ഇത് കോമട്ട് എഴുതിയിട്ടാ. ഇത് കോമട്ട് ഇടണം. കോമട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഒരു വര വരയ്ക്കണം ഇതിന്റെ ഇടയിൽ. കേട്ടില്ലേ? ഇതിന്റെ പെൻസിൽ കൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു വര വരച്ചാലും മതി. ഒന്നുപോലെ കോമട്ട് എഴുതുക, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഒരു വര വരയ്ക്കുക. 2 ഭാഗങ്ങൾ 2 പാർട്ടാക്കി. കാരണം രണ്ടും കൂടിയിട്ട് വർക്കിംഗ് ഓളല്ലാട്ടോ അത്. അപ്പൊ ഇവിടെ എന്ത് വരിക? 1 ഇൻറ്റു ബി സി എന്ന് പറയുന്നത് എന്ത് വന്നു? 0.466 ഇൻറ്റു 10 പ്ലസ് പി ബി. ഇങ്ങനെ ഇപ്പുറത്തോ 1 ഇൻറ്റു ബി സി സമം എത്ര വന്നു? 2.747 ഇൻറ്റു പി ബി. ഇങ്ങനെ. ഓക്കെ. അപ്പോ ഇനി ഇതും ബി സി ഇതും ബി സി. കണ്ട, ഇതും ബി സി അതും ബി സി. നോക്കൂ, ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ എഴുതാം. ബി സി സമം ഇപ്പൊ എന്തായി? ഇവിടെ 0.466 കൊണ്ട് 10നും പി ബിനും ഗുണിക്കാം. അതായത് 0.466 ഇൻറ്റു 10 എന്ന് പറയുമ്പോ 4.66 പ്ലസ് എത്രയാ? 0.466 പി ബി. 0.466 പി ബി. നോക്കൂ, 0. റെക്കോർഡ് ചെയ്യണില്ലേ നമ്മള്? 0.466 പി ബി. കേട്ടാ. അപ്പുറത്തോ ബി സി സമം എന്ത് വരും? അതന്നെ 2.747 പി ബി. അപ്പോ ഇതും ബി സി ഇതും ബി സി. അപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഇതങ്ങോട്ട് അവസാനിപ്പിച്ചു, ക്ലോസ് ചെയ്തു. ഇവിടെ വെച്ച് ഞാൻ ഇതങ്ങനെ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ ആക്കാൻ പോവാണ്. ഒരു ഇക്വേഷൻ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. കണ്ടാ, ഇതിങ്ങനെ അവസാനിപ്പിച്ചു. എന്താ കാരണം ചോദിച്ചാൽ, ഇനി നമ്മളിങ്ങനെ 2 ഇക്വേഷൻ കിട്ടിയിട്ട് കാര്യം നമുക്ക് പി ബി സിയുടെ വില കിട്ടണം. അതായത് ഇതും ബി സി ആണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഞാൻ അപ്പുറത്ത് എഴുതുന്നുണ്ട്.
ബാക്കി ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. എന്താ നോക്കൂ, 2.747 PB സമം എന്താകുന്നു 4. എത്രയാ 66 4.66 പ്ലസ് 0.466 PB. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ വെച്ചിട്ട് ഇത് രണ്ടും ഒന്നായപ്പോൾ BC ആണ്, രണ്ടും BC ആണ്. രണ്ട് BC ആണെങ്കിൽ ഈ BC-യുടെ വില എന്താണോ അതിന് തുല്യമാണ് ഈ BC-യുടെ വില. അപ്പോ 2.747 PB ഇടത്തെ ഭാഗത്ത് എഴുതി, സംഖ്യയും PB-യും കൂട്ടിയത് വലത്തെ ഭാഗത്ത് എഴുതി. ഇനി PB-കളെ ഇടത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? 2.747 PB അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താ വരും? ഇവിടെ സമണ്ട കൊണ്ടുവരുമ്പോ എന്ത് വരും? മൈനസ് 0.466 PB സമം എന്താകുന്നു 4.66. ഇനി ഈ 2.747 PB-യിൽ നിന്ന് ഇത് കുറയ്ക്കും. അത് വരയ്ക്കും കോളത്തിൽ ഇട്ട് കുറയ്ക്കും. 2.747 മൈനസ് 0.466. 6 7 ആവാൻ 1, 6 14 ആവാൻ 8, ബാക്കി 1, 5 7 ആവാൻ 2, ഇനിയോ 2. അപ്പൊ എത്ര വന്നു? 2.281 PB സമം 4.66. ഇനി PB എന്താ? PB സമം 4.66 ബൈ എത്ര വന്നു? 4.66 ബൈ 2.281. പോയിന്റ് നമ്മൾ ഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോയിന്റ് കളഞ്ഞു. അപ്പൊ 4 ഇവിടെ അടിയിലാണ് സ്ഥാനം കൂടുതൽ. അപ്പൊ മുകളിൽ എന്ത് ചെയ്യണം? 4.66 പോരാത്തത് ഒരു 0. അപ്പൊ 660 എന്ന് എഴുതിയിട്ട് അടിയിൽ 2281 എഴുതാം. ഇനി ഇതിനെ ഹരിക്കണം. 4660 ഹരിക്കണം 2281. ഇതൊക്കെ വർക്കിംഗ് കോളത്തിലിട്ടിട്ട് ചെയ്യാം. അപ്പോ എന്തായാലും 2200 4600 2 തവണ പോവും. അപ്പൊ 2 ഇട്ടു. 2 1 2, 2 8 16, ബാക്കി 1, 2 2 4 1 5, 2 2 4, 2 10 ആവാൻ 8, ബാക്കി 1 7 16 ആവാൻ 9, ബാക്കി 1 6, 6 ആവാൻ 0. ഓക്കെ, 98 ഇട്ടാ. ഇനി പോയിന്റ് ഇട്ടു, ഇവിടെയും പോയിന്റ് ഇട്ടു. 0 ഇട്ടു, 0 ഇങ്ങോട്ട് ഇറക്കി ഇട്ടു. 980 2281 പോയില്ല. അപ്പൊ 2.0 വന്നു. ഓക്കെ, 0 വന്നു. അതായത് 0 ഇൻറ്റു അത് 0 തന്നെ. 980 ഇറക്കിയിട്ടു, വീണ്ടും അടുത്ത 0 ഇറക്കി. ഇനി എന്തോരം 0 വേണമെങ്കിൽ ഇടാം. 2281. ഇവിടെ 2.0 വന്ന കാരണം കൊണ്ടാണ് ഒരു സംഖ്യ കൂടി നമ്മൾ കാണുകയാണ് കേട്ടാ. ഒരു സംഖ്യ കൂടി കാണുക 2.0 വന്ന കാരണം. അപ്പൊ ഏകദേശം 2281 4 തവണ പോകും. 4 1 4, 4 8 32, ബാക്കി 3, 4 2 8, 3 11, ബാക്കി 1, 4 2 8, 1 9. കണ്ട 9150. അപ്പൊ 4 തവണ പോകും. അപ്പൊ ഉത്തരം കിട്ടി 2.04. PB കിട്ടിക്കഴിഞ്ഞു. PB ഏതാ? PB ഇതാ. അതായത് കനാല് കിട്ടി. അപ്പൊ അത് കിട്ടിയത് വേണമെങ്കിൽ ആ കനാലും എഴുതാൻ നമുക്ക് കേട്ടാ. ഇത് ലാസ്റ്റ് നമുക്ക് എഴുതിയാൽ മതി. കനാല് ഇത്ര, മരം ഇത്ര. അപ്പൊ 2.04 കിട്ടി. ഇനി നമുക്ക് മരം കൂടിയും വേണം. മരം എന്ന് പറയുന്നത് ഏതാ? BC ആണ്. BC ഇവിടെ 2 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാ 2 ഇക്വേഷൻ? ഒന്നുകിൽ 4.66 പ്ലസ് 0.46 PB, അല്ലെങ്കിൽ എന്താ 2.747 PB. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലേ? നല്ലത്. ഇനി അപ്പൊ PB കിട്ടി. ഇനി BC എന്താ? 2.747 ഇൻറ്റു 7 PB എന്ന് പറയുന്നത് 2.04. 2.04 വന്ന് മനസ്സിലായില്ലേ? ഈ ഇക്വേഷൻ എന്നാണ് നമ്മൾ എടുത്ത് കേട്ടാ. അപ്പോ ഇനി ഇത് ഗുണിക്കണം. ഇതിങ്ങനെ ഗുണിക്കലൊക്കെയാണ് പണി കേട്ടാ. 2.747 പെരിക്കപ്പെട്ടിക നല്ല ധാരണ വേണംട്ടാ. പെരിക്കപ്പെട്ടിക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട്. ഡെയിലി ഇരുന്നിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിക്കപ്പെട്ടിക കിട്ടിയില്ലെങ്കിൽ ഇത് കുടുങ്ങും. ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ബെല്ലടിച്ചിട്ട് ടീച്ചർ പോയിട്ടുണ്ടാവും പേപ്പറും വാങ്ങാൻ.
4 7 28 ബാക്കി 2, 4 4 16 18, 16 2 18 ബാക്കി 1, 4 7 28 1 29 9 ബാക്കി 2, 4 2 8 2 10, 0 0 0 0, 2 7 14 ബാക്കി 1, 2 4 8 1 9, 2 7 14 ബാക്കി 1, 2 2 4 1 5, 8 8 13 10 0 ബാക്കി 1, 5 6 5. അപ്പൊ എത്ര വന്നു? ഈ എത്ര സ്ഥാനം നീക്കണം? 5 6 0 3 8 8 കേട്ടാ. ഇത് തെറ്റുണ്ടാണോ? 1 2 3 4 5, 1 2 3 4 5.60 ഇവിടെ കിട്ടിയുള്ളത്. ആ ശരിയാ, ഉത്തരം ശരിയാ. ഇവിടെ ചെയ്തിട്ടുള്ള കണക്ക് കഴിഞ്ഞാട്ടാ നോക്ക്, നന്നായി. അപ്പൊ 5.603 എന്ന് പറയുമ്പോ 5.6 എടുത്താൽ മതി കേട്ടാ. ഇനി ബി സി ആണ്. ഇനി എന്ത് ചെയ്യണം? കനാലിന്റെ, ഇനി ഉത്തരം എഴുതും നമ്മൾ. കനാലിന്റെ വീതി. അപ്പൊ ഇത് 5.6, മരത്തിന്റെ അവിടെ എഴുതിയിട്ടാ 5. എത്രയാ? 6. കനാലിന്റെ വീതി എത്രയാ? അത് ദാ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതുക കേട്ടാ. കിട്ടുന്നത് ചിത്രത്തിലേക്ക് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉത്തരം എഴുതുമ്പോൾ ചിത്രത്തിൽ നോക്കി എഴുതുക. അത് നല്ലത്. അപ്പൊ 2.04 കനാലിന്റെ വീതി. ഇനിയോ മരത്തിന്റെ ഉയരം അതെന്താ? അത് ചിത്രത്തിൽ നോക്കുമ്പോ ഇവിടെ നോക്കിയിട്ട് ഇവിടം വരെ 5.6, ഇതും കൂടി കൂട്ടണ്ട അതിന്റെ കൂടെ. അപ്പൊ എത്ര വരും? 5.6 പ്ലസ് എത്ര വരും? 1.5. കുട്ടിയുടെ ഉയരം കൂടി കൂട്ടണം. 11 ബാക്കി 1, 7.1 മീറ്റർ. ഇതാണ് മരം. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ കണക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടാ.